എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മുതൽ അപേക്ഷിക്കാവുന്നതാണ്. നാളെ ഉച്ചയ്ക്ക് വേക്കൻസി സംബന്ധിച്ചുള്ള വിവരങ്ങളും അതായത് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി വിവരങ്ങളും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷന് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നാളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, നിലവിൽ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതായത് നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നിലവിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറല്ല സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കില്ല. എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നാളെ വെബ്സൈറ്റിൽ വരും. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നാളെ ഉച്ചയോടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ വേക്കൻസി ലിസ്റ്റ് വരും. വേക്കൻസി പ്രകാരം ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വേക്കൻസി ലിസ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കുകയും നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന ഏതൊരു സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അത് വേക്കൻസി അനുസരിച്ച് മാത്രമാണ് ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ താല്പര്യമുള്ള അതായത് തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരുവിധ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്നതിനായിട്ട് ഒരു സെൻഡ് OTP ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP വരും. അത് കൃത്യമായിട്ട് ആ ഒരു പേരിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അപേക്ഷയിൽ തെറ്റ് വന്നിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് തിരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള പേജ് വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഇന്ന സ്കൂൾ എന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏതൊരു സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, അത് ബോണസോ അല്ലെങ്കിൽ ടൈ ബ്രേക്കോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നൽകാനുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിലായിരിക്കും ആ ഒരു പേജ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ തന്നെ അഡ്രസ്സ്, പേര്, അതുപോലെ രക്ഷിതാവിൻ്റെ പേര് എന്നിങ്ങനെ തുടങ്ങി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എന്നിവ ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഓരോ കോളത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്ത് വീണ്ടും സെയിം പേജിൽ തന്നെ, അതായത് ആ ഒരു പ്രിവ്യൂ പേജിൽ തന്നെ വരികയും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത് തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പേജിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് ബോക്സ് കാണാം. അതായത് ചെക്ക് ബോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചതുരത്തിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടിക്കാവും. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത ശേഷം കൺഫേം ചെയ്യും മുമ്പായിട്ട് ഒന്നുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് ഏകദേശം ഈ ഒരു അപേക്ഷ അവസാനിച്ച് ഏകദേശം
അടുത്ത ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അതായത് ഇതേ രീതിയിൽ തന്നെ സ്കൂൾ വെച്ച് അഡ്മിറ്റഡ് ലിസ്റ്റ് രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ രീതിയിൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് സ്കൂൾ അതുപോലെ തന്നെ സെലക്ട് കോഴ്സ് കോമ്പിനേഷൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിനനുസരിച്ച് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ സ്കൂളും നിങ്ങൾ ഏതൊക്കെ സ്കൂളിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ടോ ആ ഒരു സ്കൂളൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എത്രാം സ്ഥാനത്ത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ ഓരോ സ്കൂളിലെയും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ് ആ ഒരു കോഴ്സിൽ എത്രയാണ് റാങ്ക് എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ വെച്ചുള്ളതനുസരിച്ച് പരിശോധിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം പിന്നീട് നേരത്തെയുള്ള ആ ഒരു പേജിൽ വന്നിട്ട് വേക്കൻസി കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾ ഓപ്ഷൻ വെച്ച സ്കൂളിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 വേക്കൻസി ഉണ്ട് എന്ന് കരുതുക. അതായത് ബയോളജി സയൻസിന് ഇപ്പോൾ 10 സീറ്റ് വേക്കൻസി കാണുന്നുണ്ട്. നിങ്ങളുടെ റാങ്ക് ഒരു 5 ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. ഇനി അതേസമയം നിങ്ങളുടെ റാങ്ക് ഒരു 100 ആണെന്ന് കരുതുക. ആ ഒരു സ്കൂളിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് 2 വേക്കൻസി ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയാൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ റാങ്ക് 100 ആണ്. അതിനു മുമ്പ് ഏകദേശം കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ ഏതാണ് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു സ്കൂളിൽ അന്നേ ദിവസം അതായത് നിങ്ങൾ ഏത് ദിവസമാണ് ഈ ഒരു സ്കൂളിൽ സ്പോട്ട് അഡ്മിഷനായിട്ട് പങ്കെടുക്കേണ്ടത് എന്നുണ്ടാവും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേരണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം രാവിലെ 11 മണിക്കകം തന്നെ ആ ഒരു സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. എത്തിയിട്ട് നിങ്ങളുടെ പേര് അവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ ആ ഒരു സ്കൂളിൽ അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വന്നിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ WGP അനുസരിച്ച് ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയും അവിടുത്തെ വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൃത്യസമയം തന്നെ പാലിക്കണം. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിഷനോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി അഡ്മിഷൻ നൽകുകയോ ചെയ്യാറില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ സ്പോട്ട് അഡ്മിഷന് ശേഷം പിന്നീട് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അഡ്മിഷൻ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അല്ല സ്പോട്ട് അഡ്മിഷന് 2 സ്പോട്ട് അഡ്മിഷൻ സാധാരണഗതിയിൽ നടത്താറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു രീതിയിൽ 2 ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്പോട്ട് അഡ്മിഷന് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് താല്പര്യമുള്ള വേക്കൻസി അനുസരിച്ചുള്ള എല്ലാവിധ സ്കൂളിലേക്കും ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ഏത് ദിവസമാണ് നിങ്ങൾ പോവേണ്ടത് ആ ഒരു അന്നേ ദിവസം തന്നെ രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് അതായത് രാവിലെ 11:30 മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു സ്കൂളിൽ എത്തിച്ചേരുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതേക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.